അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 8. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി കുല്ലിഹിം അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തു തൗബയിലെ 128-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ നാം ചർച്ച ചെയ്തു വെച്ചത് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ ഏതൊരു പ്രയാസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലപ്പുറമാണ്, അസഹ്യമാണ്. വേദന അനുഭവിക്കുന്ന കൂട്ടുകാരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട സാന്ത്വന പ്രവർത്തനങ്ങൾ മുത്തുനബി നടത്തുമായിരുന്നു. എന്നാൽ ഈ പുണ്യകർമ്മം നടത്താൻ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. വേദന അനുഭവിക്കുന്നവർക്ക് സഹകരണങ്ങളും ഹെൽപ്പുകളുമായി ഓടി വരുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ താൻ സംരക്ഷിച്ചുകൊണ്ടിരുന്ന, താൻ സഹായിച്ചുകൊണ്ടിരുന്ന ആ കൂട്ടുകാരന് തന്നേക്കാൾ മെച്ചമുള്ള ഒരു ജോലി കിട്ടിയാൽ, തന്നെക്കാൾ ഉയർന്ന ശമ്പളം തരപ്പെട്ടാൽ, തന്നെക്കാൾ നല്ല വാഹനമുണ്ടായാൽ, തന്നേക്കാൾ നല്ല വീട് ലഭിച്ചാൽ, വല്ല അനുഗ്രഹങ്ങളും വന്നുപെട്ടാൽ, അതോടുകൂടെ ആ കൂട്ടുകാരനെ അസൂയയോടുകൂടെ മാത്രം നോക്കാൻ അറിയുന്ന, കാണാൻ കഴിയുന്ന ചില ദുഷിച്ച മനസ്സുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. തിരുനബി അങ്ങനെയല്ല. ക്ഷീണമനുഭവിക്കുന്നവൻ എന്നും ക്ഷീണത്തിൽ നിൽക്കണം, എന്നിട്ടവന് എൻ്റെ സിമ്പതി നൽകുക, എൻ്റെ സഹതാപം അവനോട് പ്രകടിപ്പിക്കുക, എൻ്റെ വക എന്തെല്ലാം സഹകരണങ്ങളും സഹായങ്ങളും നൽകാൻ പറ്റുമോ അത് നൽകിക്കൊണ്ട് എന്നും അവൻ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ജീവിക്കുക എന്ന തത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലായിരുന്നു. മറിച്ച് ഏതൊരു പാവപ്പെട്ട മനുഷ്യനും ഉന്നതിയിലേക്ക് കടന്നു വരുന്നത്, അയാൾക്ക് ഭൗതിക, അയാൾക്ക് സാമ്പത്തിക, ശാരീരിക, കുടുംബപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിറഞ്ഞ കണ്ണുകളോടെ കണ്ടിരുന്നു. നിറഞ്ഞ മനസ്സുകളോടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നു. ഒരു യാത്രയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം നീങ്ങുകയാണ്. അപ്പോഴാണ് ആ യാത്രയിൽ ഒരു മനുഷ്യന്റെ വാഹനം വളരെ പിറകിലാണ്. എങ്ങനെ നടന്നിട്ടും ആ വാഹനം പിറകിലാണ്. റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, എന്തുകൊണ്ടാണ് നിന്റെ വാഹനം മാത്രം എപ്പോഴും ബാക്കിലാണല്ലോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, അതൊരു ചാവാലി മൃഗമാണ്. എൻ്റെ വാഹനം വളരെ പ്രായമുള്ള ഒരു വാഹനമാണ്, അതിന് നടക്കാൻ കഴിയില്ല, ഇത്രയൊക്കെ നടക്കൂ. പാവമാണ് ആ സഹോദരൻ, അദ്ദേഹത്തിന് വലിയ കാശ് കൊടുത്ത് മുന്തിയ വാഹനം വാങ്ങാൻ കഴിവില്ല. മുത്തുനബി അവിടുത്തെ വാഹനത്തെ പിടിച്ചു നിയന്ത്രിച്ച് ഇദ്ദേഹത്തിന്റെ ടീമിൽ ഏറ്റവും പിൻഭാഗത്തേക്ക് മാറിയ ഇദ്ദേഹത്തിന്റെ വാഹനത്തോടൊപ്പം എത്തിച്ചേർന്ന് മുത്തുനബി അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറകിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് മുത്തുനബി പറഞ്ഞു, നടക്കൂ, മുന്നോട്ട് നടക്കൂ, ഉഷാറായി നടക്കൂ. അതോടുകൂടെ ആ വാഹനം അങ്ങ് ഇളകി മറിഞ്ഞ് നടക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെയും വാഹനങ്ങളെ തോൽപ്പിച്ച് ആ വാഹനം മുന്നിലാണ്, എപ്പോഴും മുന്നിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ വളരെ വളരെ സന്തോഷിച്ചു. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, വളരെ പാവപ്പെട്ട ആ മനുഷ്യനോട്, നിന്റെ വാഹനം ഇപ്പോൾ എല്ലാവരുടെ വാഹനത്തെക്കാളും ഉഷാറായല്ലോ. സത്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യമാക്കപ്പെട്ട കരസ്പർശനത്തിന്റെ ബറക്കത്തായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഷാറാക്കി കൊടുത്ത വാഹനം നബി തങ്ങൾ തന്നെ വില പറയുന്നു. നീ ഇത് വിൽക്കാൻ തയ്യാറാണോ? അദ്ദേഹം അത് വെറുതെ കൊടുക്കാൻ തന്നെ മുത്തുനബിക്ക് തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചു, നീ വിൽക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഹവില പറഞ്ഞുകൊണ്ട് ആ വാഹനം എടുക്കുകയാണ്. പാവപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തിന്റെ വാഹനം നിലവാരമുള്ളതാക്കി മാറ്റി അതിനേറ്റവും വലിയ വില പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊള്ളുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, സാമ്പത്തികമായി ഏറ്റവും താണ ലെവലിലുള്ള കൂട്ടുകാരനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്ന ചിത്രമായിരുന്നു ഇത്. കേവലം ഒരു ഉദാഹരണം മാത്രം. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്മ വന്ന് കാണാൻ എപ്പോഴും ആഗ്രഹിക്കുകയാണ്. തന്നെക്കാൾ വലുത് അവരുടെ കയ്യിലുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിച്ചയാളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.